ഡൊണാൾഡ് ട്രംപിന് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ഭൂഗർഭ കേന്ദ്രമായ ഫോർദോ പൂർണ്ണമായും തകർന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ആണവ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ ഒഴിപ്പിച്ചതിനാൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാന്റെ വിശദീകരണം. US ആക്രമണത്തെ അപലപിച്ച് UN-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കെ സജീഷ് വാർ ഡെസ്കിൽ നിന്നും ചേരുന്നു. കെ സജീഷ്, തന്ത്രപ്രധാനമായ 3 കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ബങ്കർ ബസ്റ്റർ ബോംബറുകളിട്ട് തകർത്ത് നശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇറാന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ സമാധാനത്തിന്റെ പാത, അതല്ലെങ്കിൽ ദുരന്തത്തിന്റെ പാത, അത് നിങ്ങൾ സ്വീകരിക്കാമെന്നാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അഭിനന്ദിച്ച് 2 ആഴ്ച സമയപരിധി അനുവദിച്ച അമേരിക്ക അതിനൊന്നും കാത്തു നിൽക്കാതെ ഇറാനിൽ മിന്നലാക്രമണം നടത്തുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അതിവേഗത്തിലുള്ള മിന്നൽ സ്ട്രൈക്കാണ് നടന്നത്. മിനിറ്റുകൾ മാത്രം ഇറാന്റെ വ്യോമാതിർത്തിയിൽ ചെലവഴിച്ച് ഈ 3 ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബറുകളിട്ട്, അതിൽ ഫോർദോയിൽ പോലും 30,000-ഓളം പൗണ്ടുള്ള 6 ബസ്റ്റർ ബോംബറുകളാണിട്ട് നശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അമേരിക്കയിലും ഒപ്പം പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക താവളങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വാർ ഡെസ്കിൽ നിന്നും സജീഷ്? ഡോക്ടർ അരുൺകുമാർ, അല്പസമയം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം ഈ ആക്രമണം എങ്ങനെ നടത്തി എന്ന കാര്യത്തിൽ വിശദമായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ അതിശയകരമായ കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്നാണ്, ഇറാനിൽ നടത്തിയെന്നാണ്. 3 പ്രധാനപ്പെട്ട ആണവോർജ്ജ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബങ്കർ ബസ്റ്റിംഗ് ബോംബ് വർഷം നടത്തിയിരിക്കുന്നത്. B-2 ബോംബറുകൾ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം എന്ന് വിശേഷിപ്പിക്കാവുന്ന B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബങ്കർ ബസ്റ്റിംഗ് ബോംബർ വിക്ഷേപിച്ചിരിക്കുന്നത്. ഏതായാലും കനത്ത നാശം ഈ മേഖലയിൽ ഉണ്ടായി എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ അല്ലെങ്കിൽ ഫോർദോ തീർന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ഫോർദോ, നദാൻസ്, ഇസ്ഫാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങൾ നമുക്കറിയാം. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളാണ്. ഫോർദോ ഏതാണ്ട് 100 മുതൽ 300 അടി താഴ്ച വരെ ആണവ ശേഖരം ഉള്ള ഒരു ബങ്കറുകളാണ് ഇത്. ഒപ്പം തന്നെ നദാൻസും ഇസ്ഫാനും 2 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ്. ഈ 3 കേന്ദ്രങ്ങളാണ് അമേരിക്ക ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. ഇറാൻ സമയം പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഇത് സംബന്ധിച്ച് ട്രംപ് ഇപ്പോൾ നടത്തിയ വിശദീകരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതിശയകരമായ കൃത്യതയുള്ള ഒരു ആക്രമണം എന്നാണ്. എത്രയും വേഗം ഇറാൻ കീഴടങ്ങുക എന്നതാണ്. അതല്ല എങ്കിൽ തുടർന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും എന്നതാണ്. അത് അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, ഇതുവരെ ഉള്ളതിനേക്കാൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരും. അതുകൊണ്ട് എത്രയും വേഗം കീഴടങ്ങുക, ഇല്ലെങ്കിൽ ഫോളോ അപ്പുകൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് അമേരിക്ക ആക്രമണം നിർത്തിയിട്ടില്ല, ഇത് അവസാനത്തെ ആക്രമണമല്ല. ഇനി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള വഴി ഇറാൻ സ്വീകരിച്ചില്ല എങ്കിൽ, നിരുപാധികം കീഴടങ്ങാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ തുടർന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അമേരിക്കൻ ആക്രമണത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിനന്ദിച്ചിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കൻ സഹകരണത്തിന് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഐതിഹാസികമായ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഒരു തീരുമാനം എന്നാണ് നെതന്യാഹു അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇറാനും അമേരിക്കൻ ആക്രമണത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ ഈ 3 ആണവ കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതായത് നേരത്തെ തന്നെ ഇവിടെയുള്ള ആണവോർജ്ജങ്ങൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന് ഇറാൻ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ചോദ്യം, ഇനി ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നതാണ്. ഇറാൻ തിരിച്ചടിക്കുമോ എന്നതാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വരെ ചെന്ന് അമേരിക്കയെ ആക്രമിക്കേണ്ട കാര്യമില്ല. കാരണം മധ്യേഷ്യയ്ക്ക് പൂർവ്വദേശത്ത് ചുറ്റും അമേരിക്കയുടെ വ്യോമത്താവളങ്ങളുണ്ട്. ഖത്തർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, UAE ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല പ്രധാനപ്പെട്ട മേഖലകളിലും അമേരിക്കയുടെ വ്യോമത്താവളങ്ങളും നേവൽ ബേസുകളും ഉണ്ട്. അതുകൊണ്ട് ഇവിടങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുമോ, അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് കൂടുതൽ ആക്രമണം നടത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് സജീഷ്. ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരീസ് UN-ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാന് നേരെ അമേരിക്ക നടത്തിയാൽ ഞങ്ങൾ US ചരക്ക് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും ആക്രമിക്കും എന്നാണ് ഹൂതികൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഹൂതി അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടി ഉണ്ടാവുമെന്ന് പറയുന്നത് ഹൂതികളാണ്. യമനിലെ ഹൂതി വിഭാഗത്തിലെ ആളുകൾ പറയുന്നു. നമുക്കറിയാവുന്നതുപോലെ പഴയ ഒരു പ്രതാപം ഹൂതികൾക്കില്ല. അവരുടെ ആയുധശേഖരവും ദുർബലമാണ്. പക്ഷേ എങ്കിൽ പോലും അമേരിക്കയുടെ ചരക്ക് കപ്പലുകളെയും പടക്കപ്പലുകളെയും ആക്രമിക്കുമെന്ന് ഹൂതികൾ പറഞ്ഞതും ഇപ്പോൾ ഒരു പുതിയ വാർത്തയായിട്ട് വരികയാണ്. ആ അർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ പ്രോക്സികളായ ഹിസ്ബുള്ളയും ഹൂതികളുമാണ് അമേരിക്കയ്ക്കെതിരെ ചെറുത്തുനിൽപ്പിന് ഇപ്പോൾ തയ്യാറാകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം.